നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും ഫ്ലൂക്ക് ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെയർ ഓയിലിൻ്റെ ബിസിനസ്സാണെന്ന് ഞാൻ പറയും. നിങ്ങൾ ഏറ്റവും ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹെയർ എന്ന് പറഞ്ഞാൽ കെരാറ്റിൻ ആണ്. എല്ലാവരും വിചാരിക്കുക എന്തിനാണ് ഓർത്തോഡോക്ടറായ ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന്. അതൊരു ഭയങ്കര അയണിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓർത്തോക്ക് ചികിത്സിക്കുന്ന പല ആൾക്കാരും ഞാൻ ഈ ഡയറ്റിൻ്റെ അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഹെയറിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം റിലേറ്റഡ് ആണ്. ജോയിന്റും ഹെയറും സ്കിന്നും എല്ലാം റിലേറ്റഡ് ആണ്. ബിക്കോസ് ഇതിലെല്ലാം ഉള്ള ഒരു കോമൺ സാധനമുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണെന്നറിയാമോ? ദാറ്റ് ഈസ് കൊളാജൻ. കൊളാജൻ ഇല്ലാതെ ഒരു ബേസിക് സ്ട്രക്ചർ ഇല്ലാതെ ഒരു സാധനവും ഇല്ല. ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസ്, കൊളാജൻ, അങ്ങനെ കുറേ കോമ്പണൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ സ്ട്രക്ചറിൽ കൊളാജൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യമുള്ളത്, ഹെയറിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കെരാറ്റിൻ. കേട്ടിട്ടുണ്ടോ? കെരാറ്റിൻ എന്ന് കേൾക്കാത്ത ആരുമില്ല. പക്ഷേ കെരാറ്റിൻ എന്താണെന്ന് ആർക്കും അറിയില്ല. കെരാറ്റിൻ ഒരു പ്രോട്ടീനാണ്. അപ്പം നിങ്ങളുടെ ശരീരത്തിൽ കെരാറ്റിൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, പ്രോട്ടീൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എവിടുന്ന? അമിനോ ആസിഡ്സ് നിന്നാണ് കെരാറ്റിൻ ഉണ്ടാവുന്നത്. ഈ അമിനോ ആസിഡ്സ് എവിടുന്ന വരുന്നത്? ഫുഡിൽ നിന്നാണ് വരുന്നത്. സോ നിങ്ങൾ എന്ത് ഹെയർ ഓയിൽ ഉപയോഗിച്ചാലും അത് നിങ്ങളുടെ മിഥ്യാധാരണയാണ്. നിങ്ങളുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഹെയർ കൂടുതലായിട്ട് വളരോ കുറഞ്ഞോ വളരോ ഇല്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും നിങ്ങളുടെ ഇപ്പോൾ സ്ട്രെസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വെൽബീയിങ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ പുറത്ത് എന്തൊക്കെ വാരി വലിച്ച് ഒഴിച്ചുകൊണ്ടൊന്നും ഒരു കാരണവശാലും ഒന്നും വരില്ല.